തസ്ബീഹ് നിസ്കാരം പകലാണ് നിസ്കരിക്കുന്നതെങ്കിൽ 4 റക്അത്ത് ഒന്നിച്ചും, അതല്ലെങ്കിൽ രാത്രിയാണെങ്കിൽ ഈ 2 റക്അത്ത് ആദ്യം 2 റക്അത്ത് നിസ്കരിക്കുക, പിന്നെ 2 റക്അത്ത് നിസ്കരിക്കുക. ഇനി എങ്ങനെ നിസ്കരിച്ചാലും കുഴപ്പമില്ല, 4 റക്അത്താണ് തസ്ബീഹ് നിസ്കാരം. തസ്ബീഹ് നിസ്കാരം 2 റക്അത്ത് അല്ലാഹു തആലയ്ക്ക് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു, ആദ്യം 2 റക്അത്ത് നിസ്കരിക്കുക, പിന്നെ തസ്ബീഹ് പിന്നെയും അത് കഴിഞ്ഞതിന് ശേഷം 2 റക്അത്ത് ഞാൻ അല്ലാഹു തആലയ്ക്ക് വേണ്ടി തസ്ബീഹ് നിസ്കരിക്കുന്നു. പകലാണെങ്കിൽ 4 റക്അത്ത് തസ്ബീഹ് നിസ്കാരം അല്ലാഹു തആലയ്ക്ക് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു. ഇങ്ങനെ നിയ്യത്ത് വെച്ചുകൊണ്ട് അല്ലാഹു അക്ബർ എന്ന് തക്ബീർ കെട്ടിയതിന് ശേഷം വജ്ഹത്ത് ഓതുക, സൂറത്തുൽ ഫാത്തിഹ ഓതുക, പിന്നെ ഏതെങ്കിലും ഒരു സൂറത്ത്, ഏറ്റവും നല്ലത് അൽഹാഖുമുത് തകാസുർ സൂറത്താണ്. അങ്ങനെ ഒന്നാമത്തെ റക്അത്തിൽ ആ സൂറത്ത് ഓതിയതിന് ശേഷം 15 പ്രാവശ്യം തസ്ബീഹ് ചൊല്ലുക. തസ്ബീഹ് ചൊല്ലേണ്ട തസ്ബീഹ്, എല്ലാത്തിലും ചൊല്ലേണ്ട തസ്ബീഹ് സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്ന് 15 പ്രാവശ്യം. പിന്നെ റുക്കൂഇലേക്ക് പോയാൽ റുക്കൂയിൽ ചൊല്ലുന്ന തസ്ബീഹിന് ശേഷം സുബ്ഹാന റബ്ബിയൽ അലീം വബിഹംദി എന്നതിന് ശേഷം നമ്മുടെ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി എന്ന് ചൊല്ലുക. ഇനി അത് പിന്നെ സമിഅ അല്ലാഹു ലിമൻ ഹമിദ, അപ്പോൾ റുക്കൂയിൽ 10, അപ്പോൾ സൂറത്ത് കഴിഞ്ഞതിന് ശേഷം 15, ബാക്കിയുള്ളതിലൊക്കെ 10 പ്രാവശ്യം ചൊല്ലുക. അപ്പോൾ റുക്കൂയിൽ പിന്നെ റുക്കൂ കഴിഞ്ഞാൽ സമിഅ അല്ലാഹു ലിമൻ ഹമിദ റബ്ബനാ ലക്കൽ ഹംദു കഴിഞ്ഞതിന് ശേഷം 10 പ്രാവശ്യം അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് പിന്നെ സുജൂദിലേക്ക് പോകുന്നു. സുജൂദിലെ തസ്ബീഹിന് ശേഷം സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി 10 പ്രാവശ്യം. നേരെ അല്ലാഹു അക്ബർ ഇരുന്നതിന് ശേഷം റബ്ബി ഗ്ഫിർലി വർഹംനി എന്ന് ചൊല്ലിയതിന് ശേഷം 10 പ്രാവശ്യം. പിന്നെയും അല്ലാഹു അക്ബർ സുജൂദിലേക്ക് പോകുന്നു. സുജൂദിൽ തസ്ബീഹിന് ശേഷം പിന്നെ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി എന്ന തസ്ബീഹും ചൊല്ലുക. നേരെ പിന്നെ എന്ത് ചെയ്യുക, അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് എഴുന്നേൽക്കാതെ അവിടെ ഇരിക്കുക. ഇരുത്തം സുന്നത്തുണ്ടല്ലോ, ഇരുന്നതിന് ശേഷമാണല്ലോ എഴുന്നേൽക്കൽ. അപ്പോൾ അവിടെ ഇരുത്തം ഇരിക്കുക, ആ ഇരുത്തത്തിലും തസ്ബീഹ് ചൊല്ലുക 10 പ്രാവശ്യം. ഈ തസ്ബീഹ് ചൊല്ലിയതിന് ശേഷം നേരെ എഴുന്നേറ്റ് നിൽക്കുക, തക്ബീർ കെട്ടണ്ട, നേരെ പിന്നെ എഴുന്നേറ്റ് നിന്നാൽ മതി. എഴുന്നേറ്റ് നിൽക്കുക. പിന്നെ രണ്ടാമത്തെ റക്അത്ത് നമ്മൾ ഫാത്തിഹ ഓതുന്നു, സൂറത്ത് വൽ അസ്ർ, ഏറ്റവും നല്ലത് വൽ അസ്ർ സൂറത്ത് ഓതുക. അതിനുശേഷം 15 പ്രാവശ്യം. പിന്നെ ബാക്കി റുക്കൂഇലും പിന്നെ ഇഅ്തിദാൽ, സുജൂദിന്റെ ഇടയിലെ ഇരുത്തം, പിന്നെയും സുജൂദ്, പിന്നെ നേരെ അല്ലാഹു അക്ബർ എന്ന അത്തഹിയാത്തിന് ഇരിക്കുന്നു. നേരെ ഇരിക്കുക, ഇരുത്തത്തിൽ 10 പ്രാവശ്യം ചൊല്ലുക അത്തഹിയാത്തിന് മുമ്പ്. എന്നിട്ട് സലാം വീട്ടുകയാണെങ്കിൽ സലാം വീട്ടുക, അല്ലെങ്കിൽ നേരെ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞാൽ 3ാമത്തെ റക്അത്തിലേക്ക് എഴുന്നേറ്റ് നിൽക്കുക. സലാം വീട്ടിക്കഴിഞ്ഞാലും എങ്ങനെയായാലും 3ാമത്തെ റക്അത്ത് 2 റക്അത്ത് നിസ്കരിച്ചു. ഇനി 3ാമത്തെ റക്അത്തിൽ ഇതുപോലെ തന്നെ ഫാത്തിഹയ്ക്ക് ശേഷം പിന്നെ സൂറത്ത് ഓതുക. സൂറത്ത് ഖുൽ യാ അയ്യുഹൽ കാഫിറൂന 4ാമത്തെ റക്അത്തിൽ പിന്നെ ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന ഈ 4 സൂറത്തുകളാണ് ഓതേണ്ടത്. ഇങ്ങനെ എല്ലാ റക്അത്തിലും ചെയ്യുക. ഒരു റക്അത്തിൽ 75 പ്രാവശ്യമാണ് ചൊല്ലേണ്ടത്. അങ്ങനെ 4 75 300 തസ്ബീഹാണ് ഈ തസ്ബീഹ് നിസ്കാരത്തിൽ ചൊല്ലേണ്ടത്. ഈ ഏതെങ്കിലും കാരണവശാൽ ഇപ്പോൾ പിന്നെ ഫാത്തിഹയ്ക്ക് സൂറത്തിന് ശേഷം വിട്ടുപോയാൽ നമ്മൾ എന്ത് ചെയ്യുക, വേണമെങ്കിൽ എന്ത് ചെയ്യുക, റുക്കൂയിൽ അത് പിന്നെ എന്ത് ചെയ്യുക, കൂടുതൽ എക്സ്ട്രാ വേണമെങ്കിൽ ചെല്ലാം. ഈ ഇഅ്തിദാലിൽ വിട്ടുപോയാൽ സുജൂദിൽ വേണമെങ്കിൽ എക്സ്ട്രാ വേണമെങ്കിൽ നമുക്ക് ചെല്ലാം. ബാക്കിയുള്ളതിലൊന്നും നമ്മൾ എക്സ്ട്രാ ചെല്ലാൻ പാടില്ല, ഒന്നെങ്കിൽ റുക്കൂയിൽ അല്ലെങ്കിൽ സുജൂദിൽ. ഇനി ഏതെങ്കിലും വിട്ടുപോയത് കാരണം കൊണ്ട് പ്രശ്നമൊന്നുമില്ല, തസ്ബീഹ് നിസ്കാരം സ്വഹീഹ് ആകുന്നതാണ്. പിന്നെ ഇനി വിട്ടുപോയല്ലോ എന്ന് കരുതിയിട്ട് എന്ത് ചെയ്യണ്ട, സൂറത്ത് ഓതിയതിന് ശേഷം മറന്നുപോയി, പ്രശ്നമൊന്നുമില്ല. നേരെ പിന്നെ സൂറത്തിലേക്ക് തന്നെ പിന്നെ തസ്ബീഹ് ചെല്ലാൻ വേണ്ടി എന്ത് ചെയ്യേണ്ട, റുക്കൂയിൽ നിന്ന് മടങ്ങേണ്ട ആവശ്യമില്ല. ഏതെങ്കിലും കാരണവശാൽ വിട്ടുപോയാൽ പ്രശ്നമില്ല. ഇങ്ങനെ എന്ത് ചെയ്യുക, തസ്ബീഹ് നിസ്കാരം നമ്മൾ എന്ത് ചെയ്യുക, പിന്നെ 300 പ്രാവശ്യം തസ്ബീഹ് ചൊല്ലിക്കൊണ്ട് നിസ്കരിക്കുക. ഇതാണ് നിസ്കാരത്തിന്റെ രൂപം. ഇൻഷാ അല്ലാഹ് എന്തെങ്കിലും